പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ അനുഗ്രഹീതമായ ഓർമ്മയിൽ സംബന്ധിക്കുവാനും ആ അനുഗ്രഹം ഏറ്റുവാങ്ങുവാനും ദൈവം നമുക്ക് തന്ന എല്ലാ കൃപകളെയും ഓർത്ത് ഹൃദയംഗമായിട്ട് ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണ്. നമ്മളുടെ പിതാക്കന്മാരും പൂർവികരുമായവർ പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ പെരുന്നാൾ ഭക്തിപൂർവം കൊണ്ടാടി. അവർ കൊണ്ടാടിയ പെരുന്നാൾ നമ്മളും കൊണ്ടാടുമ്പോൾ അതിനൊരു വലിയ തുടർച്ചയുണ്ട്. നമ്മളുടെ പൂർവികരും സന്തോഷിക്കുന്നുണ്ട്. തങ്ങളുടെ വിശ്വാസത്തിൽ തങ്ങളുടെ പിൻഗാമികളും വളരുന്നു, അത് ഉൾക്കൊള്ളുന്നു. ഞങ്ങൾ മനസ്സിലാക്കിയതുപോലെ അവരും മനസ്സിലാക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം അവരുടെ ആത്മാക്കളെപ്പോലും സന്തോഷിപ്പിക്കുന്ന ഘടകമാണ്. പരിശുദ്ധ കന്യകമറിയാം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പറഞ്ഞൊരു വാചകമുണ്ട്: കണ്ടാലും സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. അമ്മ തന്നെ പറഞ്ഞതല്ല, പരിശുദ്ധാത്മാവ് അമ്മയെ കൊണ്ട് പറയിച്ചതാണ്. തലമുറകൾ എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. നമ്മുടെ മാർത്തോമൻ പൈതൃകത്തിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണത്. അമ്മയെ ഭാഗ്യവതി എന്ന് വാഴ്ത്താൻ എല്ലാവർക്കും പറ്റത്തില്ല. ചിലരെ സംബന്ധിച്ചിടത്തോളം അവൾ നിത്യകന്യകയല്ല, കർത്താവിൻ്റെ ജന്മത്തോടുകൂടി പ്രസക്തി മാറി ആ ദിവ്യമായ ഭാഗ്യാവസ്ഥ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. എന്നാൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് കന്യക പറഞ്ഞതിൻ്റെ പിന്നിലൊരു രഹസ്യമുണ്ട്. ആ പരിശുദ്ധാത്മാവിൻ്റെ വഴിത്താരയിലും ആത്മാവ് കാണിക്കുന്ന ഉൾക്കാഴ്ചയിലും നടത്തിപ്പിലും മുൻപോട്ട് പോകുന്ന തലമുറയ്ക്ക് മാത്രമേ, സത്യവിശ്വാസികൾക്ക് മാത്രമേ, വേദാധിഷ്ഠിതമായി ജീവിക്കുന്നവർക്ക് മാത്രമേ ആ രീതിയിൽ പരിശുദ്ധയെ സാക്ഷിക്കാൻ പറ്റൂ. ആയതുപോലെ വിശുദ്ധന്മാരെയും ശുദ്ധിമതികളെയും ഒക്കെ ആ രീതിയിൽ ബഹുമാനിക്കുകയും സാക്ഷിക്കുകയും അവരുടെ ഓർമ്മ കൊണ്ടാടുകയും പ്രത്യേകിച്ച് പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ ഓർമ്മയിൽ സംബന്ധിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾക്കൊരു കാര്യത്തിൽ ഹൃദയംഗമായിട്ട് സന്തോഷിക്കാം. നാം വിശ്വസിക്കുന്നത് പരിശുദ്ധ വേദപുസ്തകം പറഞ്ഞു തന്ന പരിശുദ്ധാത്മാവിൻ്റെ സാക്ഷ്യമുള്ള, പരിശുദ്ധാത്മാവിൻ്റെ നിറവുള്ള ഒരു വലിയ പൈതൃകത്തിലാണ്, ഒരു വലിയ ആത്മീക നിറവിലാണ്. ഇവരുടെയൊക്കെ പെരുന്നാൾ കൊണ്ടാടുമ്പോൾ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വലിയ യാഥാർത്ഥ്യം അതാ. പരിമല തിരുമേനി ജീവിച്ചതും വളർന്നതും ഈ ലോകത്തിൽ നിന്ന് ജീവൻ വെടിഞ്ഞതും തന്നെ ഒത്തിരി പേര് ഓർക്കുമെന്നോ അല്ലെങ്കിൽ തനിക്ക് വേണ്ടി പെരുന്നാളുകൾ കൊണ്ടാടുമെന്നോ ഒന്നും വിചാരിച്ചല്ല. ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിശുദ്ധന്മാരും ശുദ്ധിമാന്മാരും ഒക്കെ ഒരു കാര്യം ആലോചിച്ചോണം. അവർ ദേറാവാസികളായി ഇറങ്ങി പുറപ്പെട്ടവരാ. സ്വന്തം വീടും കൂടും തലമുറയും അല്ലെങ്കിൽ പിതൃസ്വത്തും ഒക്കെ വിട്ട് അവരിറങ്ങി പുറപ്പെട്ടതാ. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ ഈ ഗോത്ര സംവിധാന പ്രകാരം ഇസ്രായേലിലെ ഗോത്രങ്ങൾക്കൊക്കെ ഭൂമി വിഭജിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം ദൈവം യോശുവയെ ചുമതലപ്പെടുത്തുന്നത്. യോശുവയെ ചുമതലപ്പെടുത്തിയപ്പോൾ ഒരു കാര്യം പ്രത്യേകിച്ച് പറയുന്നുണ്ട്. ആ 12 ഗോത്രങ്ങളിൽ നിന്ന് രൂപൻ ഗോത്രം നശിച്ചുപോയി, ഒന്നുമില്ലാത്തവരായി തീർന്നു, തലമുറകളില്ലാത്തവരായി നശിച്ച് ശാപഗ്രസ്തരായി തീർന്നു. തുടർന്നുള്ള തലമുറയുണ്ട്. അവർക്ക് വീതം വെച്ചപ്പോൾ ഒരു കാര്യം ദൈവം യോശുവയോട് പറഞ്ഞു: യോശുവയെ, നീ ഒരു കാര്യം ചെയ്യണം, ലേവ്യർക്കൊന്നും കൊടുക്കണ്ട, ബാക്കി എല്ലാവർക്കും വാഗ്ദാത്ത നാട്, ദൈവം തന്ന നാട് വിഭജിച്ചു കൊടുത്തോണം, ഭൗതികമായ സ്വത്തൊക്കെ കൊടുത്തോണം, പക്ഷേ ലേവ്യർക്കൊന്നും കൊടുക്കണ്ട. എന്നിട്ടൊരു കാര്യം കൂടി ദൈവം അവിടെ ചേർന്ന് പറയുന്നുണ്ട്: യഹോവയായ ഞാൻ അവരുടെ അവകാശമായിരിക്കും. യഹോവയായ ഞാൻ അവരുടെ അവകാശമായിരിക്കും. അതുകൊണ്ടായി ദേറാജീവികളായി, സന്യസ്തരായി, ആത്മീക പിതാക്കന്മാരായി ഇറങ്ങി വരുന്നവരെ സംബന്ധിച്ചിടത്തോളം കാനോനാകളിലും നിയമങ്ങളിലും എല്ലാം സാക്ഷിക്കുന്ന ഒരു വലിയ അനുഭവമാണ് യഹോവയായ ദൈവത്തെ അവകാശമായി സ്വീകരിച്ചുകൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് ഇറങ്ങി പുറപ്പെട്ടവരാ. തങ്ങളുടെ തലമുറയ്ക്ക് കണ്ണാടിയായി തീർന്നിട്ടുള്ളവരാ. പാമ്പാക്കുട നമസ്കാരത്തിൽ ശുദ്ധിമാന്മാരെ, നിർമ്മലന്മാരെ കുറിച്ച് പറയുന്നത് എങ്ങനെയാ? തങ്ങളുടെ തലമുറയ്ക്ക് കണ്ണാടിയായി തീർന്നിട്ടുള്ളവരാ. പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ ജീവിതവും സാക്ഷ്യവും ഒക്കെ ആ രീതിയിലായിരുന്നു. തിരുമേനിയുടെ ചെറുപ്പം മുതലുള്ള സംഗതികൾ നമ്മൾ നോക്കിയാൽ, ജീവചരിത്രം പരിശോധിച്ചാൽ, ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ അസുഖബാധിതനായിരുന്നു. കനകകല്ലൂരി എന്ന മാരകമായ വസൂരി ബാധിച്ചു. അങ്ങനെയുള്ള സമയത്ത് അദ്ദേഹത്തിന് ചെറുപ്പത്തിൽ ഒരു ദർശനമുണ്ടായത് നമുക്കൊക്കെ അറിയാം. പരിശുദ്ധ കന്യകയുടെ ഒരു ദർശനം.
അതിൽ നിന്ന് സൗഖ്യം പ്രാപിക്കും, ദൈവവേലയ്ക്കു വേണ്ടി സമർപ്പിക്കണം. ആ ഒരു സ്വപ്നം പരിമല തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന് വേറൊരു ഉൾക്കാഴ്ചയായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ചെറുപ്രായത്തിൽ മലയാളവും സംസ്കൃതവും സുറിയാനിയും പഠിച്ചു. അദ്ദേഹം നമ്മൾ നോക്കുമ്പം ഭൗതികമായി മറ്റു ചില കാര്യങ്ങൾ പഠിച്ചില്ല എന്ന് വെച്ച് വിദ്യാഭ്യാസം നേടിയില്ലെന്ന് അർത്ഥമില്ല. അന്നത്തെ കാലത്ത് കിട്ടാവുന്ന രീതിയിലുള്ള നല്ല വിദ്യാഭ്യാസം പരിമല തിരുമേനിക്ക് കിട്ടി. അദ്ദേഹം പട്ടക്കാരനും മേൽപ്പട്ടക്കാരനും ഒക്കെ ആയത് ഒരു നിശ്ചിത പ്രായത്തിന് മുൻപാണ്, വളരെ നേരത്തെയാണ്. 28 വയസ്സിൽ ഓടിക്കൊണ്ടിരുന്നപ്പോഴാണ് അദ്ദേഹത്തെ മെത്രാപ്പോലിത്തയായിട്ട് തിരഞ്ഞെടുത്തത്. പത്രോസ് തൃതീയൻ പാത്രികീസ് ബാവ മലങ്കരയിൽ വന്ന സമയത്ത് അന്ന് മുളന്തുരുത്തി സുന്നകദോസിനോട് ചേർന്ന് 1876 ചേർന്ന് മെത്രാപ്പൊലിത്തന്മാരെ വാഴിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുക്കുകയാണ്. 7 പേരെ തിരഞ്ഞെടുക്കുവാനാണ് തീരുമാനിച്ചത്. അക്കൂട്ടത്തിൽ പ്രായം കൊണ്ട് ഏറ്റവും ചെറുപ്പം പരിമല തിരുമേനിയായിരുന്നു. അദ്ദേഹം അന്ന് റംബാനായിരുന്നു, കോറപ്പിസ്കോപ്പായായിരുന്നു. അപ്പൊ അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുവാൻ തുടങ്ങിയപ്പോൾ പാത്രികീസ് പ്രത്യേകിച്ച് ഇദ്ദേഹത്തിന്റെ പേര് നിർദ്ദേശിച്ചു. അപ്പൊ ചിലർ ചോദിച്ചു, അല്ലയോ പിതാവേ, ഇദ്ദേഹത്തിന് പ്രായം വളരെ കുറവാണ്, വളരെ ചെറുപ്പമാണ്, ഇപ്പോഴേ ഇദ്ദേഹത്തെ മെത്രാപ്പോലിത്തയായിട്ട് തിരഞ്ഞെടുക്കണോ? ഉടനെ പാത്രികീസ് പറഞ്ഞൊരു മറുപടി ഉണ്ട്, ഇദ്ദേഹം നമുക്കൊരു പ്രയോജനമാണ്, ഒരു പ്രാർത്ഥനാ സഹായമാണ്, നിങ്ങൾക്കൊരു പ്രയോജനമാണ്, ഈ സമൂഹത്തിനൊരു പ്രയോജനമാണ്. അതായത് പാത്രികീസിന്റെ ഒരു ദീർഘവീക്ഷണമായിരുന്നു പത്രോസ് തൃതീയൻ പാത്രികീസ് ബാവായുടെ. ഇദ്ദേഹത്തെ തെരഞ്ഞെടുത്താൽ ഇദ്ദേഹം എനിക്കൊരു പ്രാർത്ഥനാ സഹായം, നിങ്ങൾക്കും ഈ സഭയ്ക്കും നാളുകളിൽ ഒരു വലിയ പ്രയോജനമായിരിക്കും. എത്രയോ അച്ചട്ടായ ഒരു പ്രവചനമായിരുന്നു നോർത്തോണം. അച്ചട്ടായി അത് വർദ്ധിച്ചു. അദ്ദേഹം തെരഞ്ഞെടുത്ത പിതാവിനും അന്നത്തെ തലമുറയ്ക്കും വരുവാനുള്ളതിനും സഭയ്ക്കാകമാനവും ലോകത്തിനാകമാനവും ഒരു വലിയ അനുഭവമായി തീർന്നു. നമ്മളൊക്കെ ആലോചിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, ലോകത്തിൽ അല്പകാലം മാത്രം ജീവിച്ചിരുന്നു. നമ്മൾ പറയത്തില്ല 54 വർഷം, 55 തികഞ്ഞിട്ടില്ല. കാവ്യ ഭാവന പോലെ മഴ പെയ്തു കഴിഞ്ഞു, മരം പെയ്തുകൊണ്ടേയിരിക്കുന്നു. നമ്മളൊക്കെ കണ്ടിട്ടില്ലയോ, മഴയൊക്കെ പെയ്തു കഴിഞ്ഞു, എന്നാൽ ചിലപ്പോൾ മരച്ചില്ലകളിൽ തട്ടിക്കിടക്കുന്ന ആ ജലത്തുള്ളികൾ പിന്നെയും വീണുകൊണ്ടിരിക്കും. ഇതിങ്ങനെ അത് കുറച്ചു നേരത്തേക്കേ ഉള്ളൂ. 1-2 മഴ പെയ്തു കഴിഞ്ഞാൽ ആ മരച്ചില്ലയിലെ അവസാന തുള്ളി ജലാംശവും താഴെ പോകും. ഇതങ്ങനെയല്ല. അദ്ദേഹം പറഞ്ഞതിനേക്കാൾ കൂടുതൽ മറ്റുള്ളവർ ഏറ്റുപറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ജീവിച്ചിരുന്നപ്പോൾ കിട്ടിയതിനേക്കാൾ കൂടുതൽ മറ്റുള്ളവർക്ക് കിട്ടി. അദ്ദേഹം അനുഭവിച്ച നൊമ്പരങ്ങൾ ലഘുകാലത്തേക്കുള്ളതായിരുന്നു. തിരുവചനം പഠിപ്പിക്കുന്നത് പോലെ നിത്യകാലത്തേക്കുള്ള സന്തോഷം ഓർത്താൽ ലഘുകാലത്തേക്കുള്ള കഷ്ടപ്പാട് ഒന്നുമല്ല. അദ്ദേഹത്തോട് പലരും ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സഹവർത്തികളായിരുന്നു പ്രത്യേകിച്ച് പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് സിറിയൻ ബാവ, പുന്നൂസ് ഷെമ്മാസിനായും റംബാനായും ഒക്കെ പരിമല തിരുമേനിയോടൊപ്പം ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനായിരുന്നു. പാമ്പാടി തിരുമേനി അന്ന് കുര്യാക്കോസ് ഷെമ്മാസിനായും വൈദികനായും ഒക്കെ പരിമല തിരുമേനിയോടൊപ്പം ഉണ്ടായിരുന്ന ഒരു വ്യക്തിത്വമാണ്. അവരൊക്കെ നേരിട്ട് കണ്ടതാ. മുറിമറ്റത്തിലെ തിരുമേനി അവർ ഒരുമിച്ച് പട്ടം കിട്ടിയതാ. ആ 7 മെത്രാപ്പൊലിത്തന്മാരെ ഒരുമിച്ച് തെരഞ്ഞെടുത്തപ്പോഴും ഇവരെല്ലാം പല കാര്യങ്ങളിൽ അന്നത്തെ കാലത്ത് സഭാപരമായ കാര്യങ്ങളിൽ തർക്കങ്ങളും ഭിന്നതകളും ഒക്കെ ഉണ്ടായിരുന്നു, പലപ്പോഴും ഉണ്ടായിരുന്നു. സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രത്യേകിച്ച് ഓരോ വിഷയങ്ങളിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും ഒരുമിച്ച് സ്നേഹിച്ചതും പരിമല തിരുമേനിയുടെ കാര്യം വരുമ്പോൾ ഒരുമിച്ചൊരു അദ്ദേഹത്തിന്റെ അഭിപ്രായം എല്ലാവരും കേൾക്കുമായിരുന്നു. എന്തൊക്കെ തർക്കങ്ങളും ഭിന്നതകളും വന്നാലും കൊച്ചു തിരുമേനി ഒരു കാര്യം പറഞ്ഞാൽ അതിനപ്പുറമായിട്ട് ആർക്കുമില്ലായിരുന്നു. പുലിക്കോട്ടിലെ 2ാമൻ തിരുമേനി, അന്നത്തെ വലിയ തിരുമേനി, ആ വലിയ തിരുമേനിക്കും അദ്ദേഹത്തിന് ശേഷം വാഴിക്കപ്പെട്ട മെത്രാപ്പൊലിത്തന്മാർക്കും ഒന്നും ഒരു പരാതിയുമില്ല. അങ്ങനെ ഒരു പരാതിയും പരിഭവവും ഇല്ലാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തി പറയുന്നത് ഒരു സഭയാകമാനം പ്രാർത്ഥനയോടെ കേൾക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു വലിയ അനുഭവമുണ്ട്. പ്രത്യേകിച്ച് ഓർത്തഡോക്സ് പൗരസ്ത്യ സുറിയാനി ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ആ സുറിയാനിക്കാരുടെ വിശ്വാസത്തിലും പാരമ്പര്യത്തിലും അനേകരെ ഉറപ്പിച്ചു നിർത്തിയത് പരിമല തിരുമേനി എന്ന് പറയുന്ന വ്യക്തിത്വമായിരുന്നു. പ്രത്യേകിച്ച് അത് തെക്കെന്നോ വടക്കെന്നോ ഇല്ല. വാഹന സൗകര്യം കുറവുള്ള സമയത്ത് തെക്കും വടക്കുമെല്ലാം ഓടി നടക്കുമായിരുന്നു. നമ്മൾ പറയത്തില്ലേ, ഊടാടി സഞ്ചരിക്കുവാനും പറയുന്നത് പോലെ ഊണില്ല, ഉറക്കമില്ല, കയ്യിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, സുരക്ഷിതത്വമില്ല. അദ്ദേഹത്തിന്റെ ചില ഡയറി കുറിപ്പുകളിൽ പറയുന്നുണ്ട്,
അദ്ദേഹം പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിൽ, പ്രത്യേകിച്ച് രാത്രികാലങ്ങളിൽ വള്ളത്തിലും മറ്റും കയറിപ്പോകുന്ന യാത്ര, കെട്ടുവള്ളത്തിലും മറ്റും കയറിപ്പോകുന്ന യാത്ര, അത് ഭയങ്കരം അപകടകരമായിരുന്നു. ചില പ്രത്യേകമായ സമയത്ത് എതിരാളികൾ അദ്ദേഹത്തെ നോക്കിയിരുന്നിട്ടുണ്ട്, കൊള്ളക്കാരുടെ പ്രതിസന്ധികൾ വന്നിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പരിമല തിരുമേനി വള്ളത്തിലും മറ്റും പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ എതിർക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ കള്ളന്മാരായിട്ടുള്ളവരൊക്കെ അടുത്തു വന്നപ്പോൾ ചുറ്റുമുള്ള ഒരു പ്രകാശ വലയം കണ്ടുകൊണ്ട് ആ പുണ്യവാനെ വിട്ടുപോയി. പരിമല തിരുമേനിയുടെ യാത്രയിൽ പ്രത്യേകിച്ച് ഓർത്തുകൊള്ളണം, അദ്ദേഹം പ്രാർത്ഥിക്കുന്നവരെയൊക്കെ ബഹുമാനിക്കുന്നവനായിരുന്നു, പ്രാർത്ഥിക്കാത്തവരെ ദൈവസന്നിധിയിൽ ചേർത്ത് നിർത്തുന്നവനായിരുന്നു. ഒരു യാത്രക്കിടയിൽ അദ്ദേഹത്തിന് വളരെയധികം സ്നേഹമുള്ള ഒരു കുടുംബം, ഒരു 4 മണി വെളുപ്പിനെ 4 മണി കഴിഞ്ഞ സമയത്ത് വടക്ക് നിന്ന് അദ്ദേഹം വരികയാണ്. കോട്ടയം വഴി പരിമലയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയം, കോട്ടയത്തിന് സമീപത്തായിട്ടുള്ള ഒരു ഭവനം ഉണ്ട്. അത് ആറിനോട് ചേർന്ന, വിശാലമായ ആറിനോട് ചേർന്ന ആ പരിസരത്തെത്തിക്കഴിഞ്ഞപ്പോൾ ഉണ്ട് ആ കുടുംബത്തിൽ നിന്നൊരു വലിയ പ്രാർത്ഥന. അദ്ദേഹം ആ വീട്ടിലോട്ട് കയറാനാ പോയത്. തിരുമേനി വരുമെന്നൊന്നും പ്രത്യേക ധാരണയില്ലാതിരുന്ന കുടുംബമാണ്. അപ്പം വലിയ പ്രാർത്ഥന, വെളുപ്പിനെ എഴുന്നേറ്റുള്ള പ്രാർത്ഥന കേൾക്കുക, വേദവായനയും യാമ നമസ്കാരവും കേൾക്കുക. ആ പ്രാർത്ഥന തീരുന്നതുവരെയും തിരുമേനി അകത്ത് കയറി ശല്യപ്പെടുത്താതെ, ബുദ്ധിമുട്ടിക്കാതെ, പ്രാർത്ഥന നിർത്തിക്കാതെ അദ്ദേഹം ആ വള്ളത്തിൽ തന്നെ ഇരുന്ന് അതിനുശേഷം ചെന്ന് ആ കുടുംബത്തെ അനുഗ്രഹിച്ചു എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. പ്രിയമുള്ളവരെ, അന്നും ഇങ്ങനെയുള്ള വ്യക്തിത്വങ്ങൾ ഉണ്ടായിരുന്നു, ദൈവത്തെ അറിയുന്ന വ്യക്തിത്വങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ സമൂഹത്തിന് വന്നിരിക്കുന്ന ഒരു വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത്, ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവരില്ല. യാമ നമസ്കാരം നിർവഹിക്കുന്നവരും ദൈവത്തെ വിളിക്കുന്നവരുടെയും എണ്ണം ഒരുപാട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയുടെ അനുഭവമല്ല, നമ്മളെപ്പോഴും പറയത്തില്ലയോ, ഈ എല്ലാ കാര്യങ്ങൾക്കും ഓർത്തോണം, നമ്മളെപ്പോഴും ഓർക്കേണ്ട കാര്യമായി ഫ്രൂട്ട്സ് ഓഫ് അല്ലെങ്കിൽ അതിൻ്റെ ഗിഫ്റ്റ്സ് ഓഫ് പ്രെയർ എന്നുള്ള കൺസെപ്റ്റ് അല്ല നമുക്കുള്ളത്. ഈ അതിനേക്കാൾ ഉപരിയായിട്ട് ദ എക്സ്പീരിയൻസസ് ഓഫ് പ്രെയർ, ദ എക്സ്പീരിയൻസസ് ഓഫ് ഡിവൈൻ ലൈഫ്, അതിൽ നിന്ന് എനിക്ക് എന്ത് അനുഭവങ്ങളാണ് ഉൾക്കൊള്ളാൻ സാധിക്കുന്നത്, ഏത് രീതിയിലുള്ള ഉൾക്കാഴ്ചകളാണ് എൻ്റെ ജീവിതത്തിന് കിട്ടുന്നത്. പരിമല തിരുമേനിയുടെ ജീവിതം അതൊക്കെ വെളിവാകുന്നതായിരുന്നു. പ്രത്യേകിച്ച് പരിമല സെമിനാരി ആദ്യഘട്ടത്തിൽ പണിയുന്ന സമയത്ത് പരിമല തിരുമേനി വളരെയധികം കഷ്ടപ്പെട്ടു. അന്ന് അദ്ദേഹത്തിന് പുലിക്കോട്ടിലെ തിരുമേനിക്ക് ദാനമായി കിട്ടിയ സ്ഥാനം, തെക്കൻ പ്രദേശത്ത് അദ്ദേഹത്തിൻ്റെ ആസ്ഥാനമായിട്ടുണ്ടായിരുന്ന സ്ഥാനം, പ്രത്യേകിച്ച് പരിമല തിരുമേനി റംബാനായിരുന്നപ്പോൾ തന്നെ പുലിക്കോട്ടിലെ 2ാമൻ തിരുമേനി അദ്ദേഹത്തെ അവിടെയാക്കി അദ്ദേഹത്തിന് കൈമാറുകയായിരുന്നു. അവിടെ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രാർത്ഥനകൾ ശ്രദ്ധേയമായ, കണ്ണുനീരൊഴുക്കിയുള്ള പ്രാർത്ഥനകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. നിങ്ങളൊക്കെ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടായിരിക്കാം. അതിൻ്റെ ആ ഒറിജിനൽ പ്രിന്റിലുള്ള ഡയറി ഞാനത് വായിച്ചിട്ടുമുള്ളതാണ്. 1896 നവംബർ മാസം 24-ാം തീയതി പരിമല തിരുമേനി അഴിപ്പുരയിൽ താമസിക്കുന്ന സമയത്ത് എഴുതിയ ഒരു ഡയറി കുറിപ്പ്. ഇന്നത്തെ പോലെ സുന്ദരമായ അഴിപ്പുര ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എപ്പോഴും വെള്ളം കയറി വരുന്ന ഒരു കാലഘട്ടം. ഇഴജാതികളും മറ്റുരകങ്ങളുമൊക്കെ സൈര്യവിഹാരം നടത്തിയിരുന്ന പരിമല സെമിനാരിയുടെ കോമ്പൗണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാലഘട്ടം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്ത് പരിമല തിരുമേനി വൈകിട്ട് ഉറങ്ങാൻ കിടക്കുന്ന ഒരു സമയത്തെ അനുഭവമാണ് തൻ്റെ ഡയറി കുറിപ്പിൽ കോറിയിടുന്നത്. 1896 നവംബർ മാസം 24-ാം തീയതി അദ്ദേഹം എഴുതിയത് ഇപ്രകാരമാണ്, മലയാള വർഷക്കണക്കിൽ എഴുതിയേക്കുന്നത്. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞു. ഒരു ശബ്ദം കേട്ട് ഞാൻ മുകളിലേക്ക് നോക്കി. ഒരു കറുത്ത പാമ്പ് വാരിയിലൂടെ ഇഴഞ്ഞു പോകുന്നു. എന്തോ വിഷപ്പാമ്പാണെന്ന് തോന്നുന്നു. ശമ്മാശന്മാരും കുശിനിക്കാരുമൊക്കെ ഒത്തിരി പണി ചെയ്ത് ക്ഷീണിച്ച് കിടന്നുറങ്ങുന്നത് കൊണ്ട് അവരെ ഞാൻ വിളിച്ച് ശല്യപ്പെടുത്തുന്നില്ല. ഇനി ഈ പാമ്പ് ഇറങ്ങി വന്നെന്നെ ദംശിച്ചാലും ഞാൻ ഭയക്കുന്നില്ല. എൻ്റെ കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ എന്നിലുള്ളതിനാൽ അതിൻ്റെ വിഷത്തെ അതിജീവിക്കുവാൻ എനിക്ക് സാധിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. തമ്പുരാനെ സുഖകരമായി ഉറക്കം തന്നാലും. ഇന്നത്തെ പോലെ ലൈറ്റില്ല, അല്ലെങ്കിൽ അടിച്ചു നോക്കാൻ ടോർച്ചില്ല, ഒന്നുമില്ലാതിരുന്ന കാലഘട്ടം. ഒരു വിഷപ്പാമ്പിനെ കണ്ടിട്ട് അലറി വിളിക്കാതെ, ആരെയും വിളിക്കാതെ, അതിനെ ഇറക്കി വിടാൻ പറയാതെ അദ്ദേഹം കിടക്കെ കയറി കിടക്കുന്ന ആ രംഗം നമ്മളൊന്ന് ധ്യാനിച്ചു നോക്കണം. വല്ല മേശവിളക്കോ ചെറിയ വിളക്കോ വല്ലോ ആയിരിക്കും ഉള്ളത്. അതിൻ്റെ തിരി താഴ്ത്തി അദ്ദേഹം കിടന്നാലും നോട്ടം മേപ്പോട്ടായിരിക്കും പോകുന്നത്. നമ്മുടെ മുറിയിലോ കിടക്കയിലോ അല്ലെങ്കിൽ ജനാല കർട്ടനിലോ ഒരു കൊച്ചു ചെലന്തിയെ കണ്ടാൽ നമ്മൾ ഉറങ്ങത്തില്ല. നമുക്ക് പേടിയാണ്. ആ ചെലന്തി അത് എവിടെ കൂടെ പോകുന്നതായിരിക്കും. അത് ഇറങ്ങി വരുന്നു, ചാടി വരുന്നു, നമ്മളെ കടിക്കുന്നു, അത് വിഷമയമാകുന്നു എന്നുള്ള പേടിയാണ്. ഇവിടെ ഓർത്ത ഒരു പുണ്യവാൻ പറയുക, ഇത് ഇറങ്ങി വന്നെന്നെ കടിച്ചാലും ദംശിച്ചാലും എനിക്ക് പ്രശ്നമില്ല,
എൻ്റെ കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ എന്നിലുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, പരുമല തിരുമേനിയെ നമ്മൾ ഓർക്കുമ്പോൾ എനിക്കെന്തെങ്കിലും തരാൻ മാത്രമല്ല പറയേണ്ടത്. ഇതൊക്കെ ഒന്ന് ഓർത്തോണം. എന്നിലും നിങ്ങളിലുമൊക്കെ കർത്താവിൻ്റെ തിരുശരീര രക്തമുണ്ട്. ഈ ലോകത്തിലെ പ്രതിസന്ധികളെ നിങ്ങളും ഞാനുമൊക്കെ എങ്ങനെ അതിജീവിക്കുന്നതെന്നുള്ളതിനും ഒറ്റ മറുപടിയുള്ളൂ. എൻ്റെ കർത്താവ് എന്നെയും നിങ്ങളെ സൃഷ്ടിച്ചേക്കുന്നത് തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ്. തൻ്റെ സാദൃശ്യത്തിനും സ്വരൂപത്തിനും നാശമില്ല, മരണമില്ല. ഈ സാദൃശ്യ സ്വരൂപവും നഷ്ടപ്പെട്ടു പോയാൽ അതിൻ്റെ അർത്ഥം നമ്മൾക്ക് മരണം വന്നെന്നർത്ഥം, ദൈവത്തിന് മരണം വന്നു എന്നർത്ഥം. ദൈവത്തിന് മരണമില്ലാത്തത് കൊണ്ട് നമുക്കും നിത്യമരണമില്ല, ഭൗതിക മരണമേ ഉള്ളൂ. അതുകൊണ്ട് ആ പിതാക്കന്മാർ പാടിയേക്കുന്നത്, എൻ്റെ യേശു ജീവിക്കുന്നത് കൊണ്ട് ഞാനും ജീവിക്കുന്നു, എൻ്റെ കർത്താവ് ജീവിക്കുന്നത് കൊണ്ട് ഞാനും ജീവിക്കുന്നു. ഈ ലോകത്തിലെ ആശ്രയങ്ങൾ ഓരോന്ന് നഷ്ടപ്പെട്ടാലും, ഓർക്കേണ്ടവർ ഓർക്കാതിരുന്നാലും, സിംഹക്കുഴിയിൽ ദാനിയേലിനെ ഓർത്ത ഒരു ദൈവമുണ്ട്. കാരാഗ്രഹത്തിൽ കടന്ന ജോസഫിനെ ഓർത്ത ഒരു ദൈവമുണ്ട്. ആ ദൈവം നമ്മളെ ഓർക്കും. പുണ്യവാന്മാരൊക്കെ ജീവിച്ചത് അതിനുവേണ്ടിയാണ്. അതിനുവേണ്ടിയുള്ള ഒരു വലിയ ഓട്ടത്തിലായിരുന്നവർ. എൻ്റെ ദൈവം നമ്മളെ ഓർക്കും. നാളെ എനിക്കും നിങ്ങൾക്കും എന്തു വേണമെന്നുള്ളത് ദൈവത്തിനറിയാം. വിശുദ്ധ കുർബാനയിൽ നമ്മൾ ഇന്നും ചൊല്ലി, ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പൂർത്തിയാക്കുന്ന ജീവനുള്ള ഏക പരിശുദ്ധ റൂഹ നമ്മോടുകൂടെ. പ്രിയമുള്ളവരെ, ഉണ്ടായിട്ടുള്ളതിനെ മാത്രമല്ല, അതായത് കിട്ടിയിട്ടുള്ളത് മാത്രമല്ല, കുടുംബജീവിതം കിട്ടി, പിള്ളേരെ കിട്ടി, വീട് കിട്ടി, ജോലി കിട്ടി, കുറേ പണം കിട്ടി, ഇതുവരെയൊക്കെ നമ്മൾ ജീവിച്ചു. ഈ ഉണ്ടായിട്ടുള്ളത് മാത്രമല്ല കേട്ടോ, ഇനി ഉണ്ടാകാനുള്ള കുറേ അനുഭവങ്ങളുണ്ട്, കിട്ടാനുള്ള കുറേ അനുഭവങ്ങളുണ്ട്. ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിക്കുന്നവർക്ക് അതൊക്കെ നിത്യമായി കിട്ടും. ഒരുപക്ഷെ കിട്ടാനുള്ള കുഞ്ഞുങ്ങളായിരിക്കാം, അനുഭവങ്ങളായിരിക്കാം, ഭാവിയെക്കുറിച്ചുള്ള അനുഭവങ്ങളായിരിക്കാം. ദൈവസന്നിധിയിൽ നിത്യമായി പ്രാർത്ഥിക്കണം. ഉണ്ടായിട്ടുള്ളത് മാത്രമല്ല, ഉണ്ടാകാനുള്ളതിനെ പൂർത്തിയാക്കുന്ന ദൈവത്തിൻ്റെ ഒരു വലിയ കൃപയുണ്ട്. ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിക്കണം. തലമുറയെക്കുറിച്ച് ഭാരപ്പെടണ്ട. ദൈവസന്നിധിയിൽ കരഞ്ഞ് നിലവിളിച്ച ഒരമ്മയുണ്ടായിരുന്നു. എൻ്റെ മോൾക്ക് ഭൂതോപദ്രവം അതികഠിനമാണെന്ന് പറഞ്ഞവളുണ്ടായിരുന്നു. കർത്താവ് ഒന്നും ചോദിച്ചില്ല. നിൻ്റെ മോൾക്ക് എന്താ അസുഖമെന്ന് ചോദിച്ചില്ല, എത്ര വയസ്സുണ്ടെന്ന് ചോദിച്ചില്ല, എത്ര കാലമായെന്ന് ചോദിച്ചില്ല, അവൾ എന്താ ഇങ്ങനെ തലതിരിഞ്ഞു പോയെന്ന് ചോദിച്ചില്ല, നിൻ്റെയോ നിൻ്റെ ഭർത്താവിൻ്റെയോ കുഴപ്പം കൊണ്ടാണെന്ന് പറഞ്ഞില്ല. കർത്താവ് അധികം ഒന്നും പറയാതെ സൗഖ്യം കൊടുത്തു. നമ്മളുടെ തലമുറകൾ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെ ഓടി നടന്നിട്ട് കാര്യമില്ല. ലക്ഷണം പറയുന്നവൻ്റെ അടുക്കലും സിദ്ധികൾ പ്രകടിപ്പിക്കുന്നവൻ്റെ അടുക്കലും കൂടോത്രവും മന്ത്രവാദവും ചെയ്യുന്നവൻ്റെ അടുക്കലും ഒന്നും പോയിട്ട് കാര്യമില്ല. ദൈവസന്നിധിയിൽ തന്നെ വരണം. പക്ഷേ എന്താ നമ്മുടെ കൊച്ചുങ്ങൾക്കും നമുക്കും പ്രശ്നവും തിരിച്ചറിയണം. ഇതൊരു ഭൂതോപദ്രവം തന്നെ. അവിടെ വല്ല മാരക രോഗങ്ങളോ മാനസിക പ്രശ്നങ്ങളോ വല്ലതൊക്കെ ആയിരിക്കാം. എന്താണെങ്കിലും അമ്മയ്ക്ക് മനസ്സിലായി എൻ്റെ കുഞ്ഞിനൊരു ഭൂതോപദ്രവം ഉണ്ടെന്ന്. പ്രിയമുള്ളവരെ, നമുക്കിന്ന് തിരിച്ചറിയേണ്ടത് അതാ. എനിക്കുമുണ്ട്, തലമുറയ്ക്കുമുണ്ട് ഒരു ഭൂതോപദ്രവമുണ്ട്. അത് പറയേണ്ടവനോട് കണ്ണുനീരോടെ പറയണം. ആ കർത്താവിനറിയാം, ആ മോളെ നിർബന്ധിച്ച് പിടിച്ചുകൊണ്ട് വരാനൊന്നും തള്ളയ്ക്ക് ആരോഗ്യമില്ലെന്നറിയാം, ബലമില്ലെന്നും അറിയാം, അവൾ പറഞ്ഞാൽ കേൾക്കത്തില്ലെന്നും അറിയാം. പ്രിയമുള്ളവരെ, നമ്മുടെ തലമുറ നമ്മൾ പറയുന്നത് പോലൊന്നും കേട്ടില്ലെന്ന് വിചാരിച്ച് നിരാശപ്പെടേണ്ട. അവരൊരു പക്ഷേ വന്നെങ്കിലേ രക്ഷപ്പെടുമെന്ന് ചിന്തിക്കേണ്ട. കാലാന്തരത്തിൽ ദൈവം കൊണ്ടുവന്നോളും. അതുവരെയുള്ള സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നശിച്ചു പോകാതെ പിടിച്ചു നിൽക്കണം. കാണാതെ പോയ ആടിൻ്റെ ഉപമയിൽ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നതും അതാ. ആ ആടിനെ തിരഞ്ഞു കണ്ടുപിടിച്ചു. പക്ഷെ ഇടയൻ വഴക്കു പറയുന്നില്ല, ശാസിക്കുന്നില്ല. അവർ തമ്മിലൊരു വലിയ സംഭാഷണമാണ് നടത്തിയത്. പിതാക്കന്മാരുടെ പഠിപ്പിക്കലുകളിൽ പറയുന്നത് അങ്ങനെയാണ്. ആ കുഴിയിൽ കിടന്ന ആടിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇടയനെല്ലാം മനസ്സിലാക്കി. അതിൻ്റെ കണ്ണിലെ ഭയം, നിരാശ, കരഞ്ഞു തീർക്കാൻ ഇനിയും കണ്ണുനീരില്ല, കുടിക്കാൻ തക്കവണ്ണം വെള്ളം കിട്ടിയിട്ടില്ല, ഭയം ഒത്തിരിയുണ്ട്. ഇതെല്ലാം ഇടയന് മനസ്സിലായി. കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് ലോകം ആ അകൽച്ച കൊണ്ട് നിന്ദിക്കണ്ട. നമ്മളുടെയൊക്കെ പ്രമാണം എന്ന് പറയുന്നത് അലറി വിളിക്കുന്ന പ്രമാണമാണ്, എതിർക്കുന്ന പ്രമാണമാണ്, ദുഷിപ്പിക്കുന്ന പ്രമാണമാണ്. അതൊന്നുമല്ല, തോളത്തെടുത്തുകൊണ്ട് വരികയാണ്. ഇന്നത്തെ നമ്മളുടെ സഹോദരങ്ങളോടും ഇഷ്ടമില്ലാത്തവരോടും ഒക്കെ കാണിക്കേണ്ട ഒരു സമീപനം അതാ. പ്രിയമുള്ളവരെ, അവരായിരിക്കും നമുക്ക് നാളെ ഏറ്റവും കൂടുതൽ പ്രയോജനം. പരുമല തിരുമേനിയുടെ അവസാന കാലഘട്ടങ്ങളിലെ ഡയറി കുറിപ്പുകളിൽ അദ്ദേഹം പ്രത്യേകിച്ച് എഴുതിയിട്ടുണ്ട്. ചില വ്യക്തികളുടെ പേരെടുത്ത് എഴുതിയിട്ടുണ്ട്. അദ്ദേഹം എഴുതിയേക്കുന്നത് ഇപ്രകാരമാണ്: ഇന്ന വ്യക്തി, ഇത് ഒരു വ്യക്തിക്ക് ചെയ്യാവുന്നതിലധികം സഹായം
അവൻ നമുക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞു. ഒരു വ്യക്തിക്ക് ചെയ്യാവുന്നതിലധികം സഹായം നമുക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞു. പ്രത്യേകിച്ച് തിരുവല്ലയിലെ MGM സ്കൂളിൻ്റെ സ്ഥാപന സമയത്ത് അദ്ദേഹത്തെ സഹായിച്ച പലരുമുണ്ട്. അദ്ദേഹത്തിന് അതിനു മുമ്പ് എതിർത്ത് നിന്നവരായിരുന്നു. പക്ഷേ അവസാന ഘട്ടത്തിൽ തിരുമേനിക്ക് സഹായമായി ഏറ്റവും കൂടുതലായിട്ട് നിന്നത് അങ്ങനെയുള്ള വ്യക്തികൾ. അതുകൊണ്ടാണ് പറഞ്ഞത്, ചിലരുടെ പേരെടുത്ത് പറഞ്ഞത്, അവൻ സഹായിക്കുന്നതിലധികമായി നമ്മളെ സഹായിച്ചു കഴിഞ്ഞു. എന്നിട്ട് ചില കാര്യങ്ങളുണ്ട്, ചില സമയങ്ങളിലൊക്കെ അവന് നമ്മളോട് ഇഷ്ടക്കേടുണ്ടായിരുന്നിട്ടുണ്ടെങ്കിലും ദൈവത്തിൻ്റെ കൃപയാൽ ദൈവം അവനോട് സംസാരിച്ച് അവൻ നമ്മോട് നിരപ്പായി, നാം അവനോടും നിരപ്പായി. ഇതൊക്കെയാ പ്രിയമുള്ളവരെ, പരുമല തിരുമേനിയെ പോലെയുള്ള പുണ്യവാന്മാരെ ഓർക്കുമ്പോഴും സാക്ഷിക്കുമ്പോഴും നമ്മൾ ഓർക്കേണ്ടത്. നമ്മൾ തന്നെ ഓർത്തോണം, പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ, കർത്താവിൻ്റെ ക്രൂശിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ നമ്മൾ ചിലരെക്കുറിച്ചൊക്കെ ഓർക്കും, ഇഷ്ടമില്ലാത്തവരെക്കുറിച്ച് ഓർക്കും. എടാ, അവനൊക്കെ എനിക്ക് ഉപദ്രവം ചെയ്യുകയാണ്, പ്രാർത്ഥിക്കാതെ നടക്കുകയാണ്, ദുഷിയായിട്ട് നടക്കുക. പക്ഷേ ഒറ്റ കാര്യം ഓർത്താൽ മതി, അവർ നമ്മളെക്കാൾ കൂടുതൽ കണ്ണുനീരോടുകൂടി നമ്മളുടെ ഇടതും വലതും വന്നിരുന്ന് കർത്താവിൻ്റെ ക്രൂശിൻ്റെ പാദത്തിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി അവർ പ്രാർത്ഥിക്കുന്നുണ്ടെന്നുള്ള ഒരു ബുദ്ധി വന്നാൽ, ഒരു ഓർമ്മ വന്നാൽ, അതിനപ്പുറമായിട്ടൊന്നും ചിന്തിക്കാനില്ല. കാരണം അവർ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മളെ അനുഗ്രഹിക്കുന്നുണ്ടെന്ന് പ്രാർത്ഥിക്കണം. വാക്കുകളെ ഞാൻ ഉപസംഹരിക്കട്ടെ. ഞാൻ സൂചിപ്പിച്ചതുപോലെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കുറേ പേരുണ്ടെന്നുള്ള വിശ്വാസം വലുതാണ്. ഈ വിശുദ്ധന്മാരും നിർമ്മലന്മാരുമൊക്കെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നമ്മുടെ മുൻപടയായി പോകുന്നു എന്നുള്ളത് അഭിമാനമാണ്. നമുക്കും ദൈവത്തെ സ്തുതിക്കാം. ദൈവമേ, ഞങ്ങൾ ആരാധിക്കുന്ന ദൈവം ഞങ്ങളെക്കാൾ എത്രയോ നിർമ്മലന്മാരാരാധിച്ച ദൈവമാണ്, എത്രയോ കനിവുള്ള ദൈവമാണ്. ഇങ്ങനെ ഒരു ദൈവത്തെ ആരാധിക്കാൻ നമുക്ക് അവസരം കിട്ടിയല്ലോ. നമ്മുടെ ജീവിതത്തിലെ ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ സാക്ഷ്യമായിരിക്കണം, എൻ്റെ ദൈവമേ, നിന്നെപ്പോലൊരു ദൈവത്തെ ആരാധിക്കാൻ അവസരം കിട്ടി. ഈ ലോകത്തിൽ എന്തൊക്കെ മറന്നാലും എൻ്റെ ദൈവത്തെ മറക്കരുത്, എന്തൊക്കെ നഷ്ടപ്പെട്ടാലും ദൈവത്തെ നഷ്ടപ്പെടുത്തരുത്. ഈ ലോകത്തിലൊന്നും കിട്ടിയില്ലേലും ദൈവം നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ, സർവശക്തൻ നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ അതിനപ്പുറമായിട്ടൊന്നുമില്ല. ഈ പെരുന്നാളും ആഘോഷവും ഒക്കെ അതിലേക്ക് നമ്മെ നയിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു.